Hi dears, how are you? I hope all of you fine. Welcome to our Hindi class. All of you take your books. Page number 34. Our fifth chapter is completed. Today we are going to start chapter number 6. Motor Bailgadi Samvad. Motor Bailgadi Samvad. Motor means vehicles അല്ലേ? യെസ്, ബൈൽഗാഡി ബുള്ളോക്ക് കാർട്ട് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, സംവാദ്. മോട്ടർ ബൈൽഗാഡി സംവാദ്. ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ. कभी भी अपने रूप रंग और गुणों का घमंड करके दूसरों को छोटा दिखाने की कोशिश नहीं करनी चाहिए. हर वस्तु का अपना महत्व है. हमारा काम साधने वाली हर वस्तु का निर्माण श्रेष्ठ है, फिर चाहे वह मोटर या बैलगाड़ी. कभी भी अपने ഒരിക്കലും ആരും തന്നെ നമ്മുടെ രൂപത്തിലോ നിറത്തിലോ ഭംഗിയിലോ അഹങ്കരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ മഹത്വമുണ്ട്. ഈശ്വരൻ്റെ സൃഷ്ടിയിൽ, ദൈവത്തിൻ്റെ സൃഷ്ടി ആരും തന്നെ പാഴായവരില്ല, പാഴ്വസ്തുക്കളില്ല, ഒന്നും തന്നെ. എല്ലാം, ഏതൊരു സൃഷ്ടിയായാലും എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം അവർക്കുണ്ടാവും. കഭീബി ഒരിക്കലും അപ്പനെ രൂപ് രംഗ് അവർ ഗുണോ കാ ഘമണ്ട് കർക്കെ, രൂപത്തിലും നിറത്തിലും ഭംഗിയിലും അഹങ്കരിച്ചുകൊണ്ട് ദൂസറോക്കോ ചോട്ടാ ദിഖാനേക്ക് കോശിഷ് നെഹി കർണി ചാഹിയെ, മറ്റുള്ളവരെ കൊച്ചാക്കരുത്, വില കുറച്ച് കാണരുത്. അങ്ങനെ ചെയ്താൽ അതൊരിക്കലും നല്ല കാര്യമല്ല. കാരണം അവർക്കും അവരുടേതായിട്ടുള്ള നന്മകൾ ഒത്തിരി ഉണ്ടാവും. ഹർ വസ്തു കാ അപ്ന മഹത്വ ഹേ, ഓരോ വസ്തുവിനും അതിൻ്റേതായ മഹത്വമുണ്ട്. തീർച്ചയായിട്ടും ഓരോ വസ്തുവിനും. ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ വിചാരിക്കും ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഞാനാണ് പഠിക്കുന്ന കുട്ടി, ഞാനാണ് ഏറ്റവും ബെറ്റർ. അല്ല, പഠിക്കുന്നവർ മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ അവിടെ പഠിക്കാൻ കുറച്ച് കഴിവ് കുറഞ്ഞവരാണെങ്കിലും മറ്റു കഴിവുകൾ ഉള്ള ഒരുപാട് പേരുണ്ടാവും. ഹമാരാ കാം സാധനെ വാലി ഹർ വസ്തു കാ നിർമ്മാൺ ശ്രേഷ്ഠ ഹേ, നമ്മുടെ കാര്യസാധനത്തിലുള്ള എല്ലാ വസ്തുക്കളും ബെസ്റ്റാണ്, ശ്രേഷ്ഠമാണ്. ഫിർ ചാഹേ, അത് മോട്ടർ ആയിക്കോട്ടെ ബൈൽഗാഡി ആയിക്കോട്ടെ. മോട്ടർ വാഹനങ്ങൾ, വെഹിക്കിൾസ്, അതോ ബൈൽഗാഡി. ബൈൽഗാഡിയാണ് ബുള്ളോക്ക് കാർട്ട്, കണ്ടിട്ടില്ലേ, കാളവണ്ടി. യെസ്. അപ്പം കഭി ഭി അപ്നെ രൂപ് രംഗ് और गुणों का घमंड करके दूसरों को छोटा दिखाने की कोशिश नहीं करनी चाहिए. हर वस्तु का अपना महत्व है. हमारा काम साधने वाली हर वस्तु का निर्माण श्रेष्ठ है, फिर चाहे वह मोटर या बैलगाड़ी. ये पाठ सिखाता है. ദിസ് പാർട്ട് ടീച്ചേഴ്സ് നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? അപ്പനെ മുഹ്മിയ മിട്ടു ബന്ന, അപ്പനെ മുഹ്മിയ മിട്ടു ബന്ന, സബ്കോ സമാൻ മഹത്വ ദേന, രംഗ് രൂപ് കാ ഘമണ്ട് കർണ, സബ്കോ മഹാൻ സമാൻ. എന്താ അപ്പനെ മുഹ്മിയ മിട്ടു ഇന്ന ബന്ന, നമ്മൾ ആരും എന്ത് ചെയ്ത് ചെറുതായി കാണരുത്. മാത്രമല്ല സബ്കോ സമാൻ മഹത്വ ദേന, ഗിവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ഓൾ, എല്ലാവർക്കും ഈക്വലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. രൂപ് രംഗ്, രംഗ് രൂപ് കാ ഘമണ്ടിനെ കർണ, രൂപത്തിൽ നിറത്തിലും അഹങ്കരിക്കാതിരിക്കുക. നല്ല ഭംഗിയുണ്ട് എന്നെ കാണാമെന്ന് വിചാരിച്ചിട്ട് അഹങ്കരിക്കാതിരിക്കുക. വിരൂപന്മാരെന്ത് ചെയ്യുക? എനിക്ക് എന്നെ കാണാൻ ഭംഗിയില്ല എന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെടാതിരിക്കുക. അവരുടേതായ കഴിവ് എന്താണെന്ന് വെച്ചാൽ അതിനെ പ്രോത്സാഹിപ്പിച്ചെടുത്ത് അതിലവർ മുന്നേറുക. സബ്കോ സമ്മാൻ ദേന, ഗിവ് റെസ്പെക്റ്റ് ടു ഓൾ, എല്ലാവർക്കും നല്ല റെസ്പെക്റ്റ് കൊടുക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, ബഹുമാനിക്കുക. പിന്നെയോ പ്രത്യേക വസ്തുക്ക് ഉപയോഗിതാക്കോ സ്വീകാരണ, ഓരോ വസ്തുക്കളും നമുക്ക് വേണ്ട വസ്തുക്കൾ ഉപയോഗിക്കുക, അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുക. അതിനൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, കുറ്റപ്പെടുത്താതിരിക്കുക.
ओके, वंस मोर, अपने मुँह मियाँ मिट्टू न बनना, सबको समान महत्व देना, रंग रूप का घमंड न करना, सबको सम्मान देना, प्रत्येक वस्तु की उपयोगिता को स्वीकारना. Have you get? Yes. Yes. Chapter മോട്ടർ ബയൽഗാഡി. മോട്ടറും ബയൽഗാഡിയും തമ്മിലുള്ള കോൺവെർസേഷനാണ്, കമ്മ്യൂണിക്കേഷനാണ്. ഫസ്റ്റ് മോട്ടർ പറയും. മോട്ടർ എന്ന് പറയുന്നത് മോട്ടർ പറയുന്ന കാര്യങ്ങൾ, ബയൽഗാഡി പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് മോട്ടർ, സാമനെ സെ ഹട്ട് നഹീം രഹി ഹോ, ഹോൺ ദേ രഹി ഹും ഫിർ ബി സുൻതി ഹി നഹി ഹോ. പെട്ടെന്ന് കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഹട്ട് നെഹി, സാമനെ സെ ഹട്ട് നെഹീം രഹി ഹോ, മുന്നിൽ നിന്ന് മാറിക്കൂടെ. ഹോൺ ദേ രഹി ഹോ, ഹോൺ അടിക്കുന്നത് കേട്ടൂടെ. ഫിർ ബി സുൻതി ഹി നഹി ഹോ, ഇതൊന്നും കേൾക്കുന്നില്ലേ, ഞാൻ ഹോൺ അടിക്കുന്നതൊന്നും നീ കേൾക്കുന്നില്ലേ. സാമനെ സെ ഹട്ട്ന, ദൂരെ മാറിപ്പോവുക. ഹോൺ ദേ രഹി ഹും, ഹോൺ അടിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഫിർ ബി, എന്താ എന്നിട്ടും കേട്ടൂടെ. ബൽഗാഡി, हट दोगी, अब और कितना हटूं, सड़क खाली पड़ी है, निकल जाओ ना, व्यर्थ अकड़ती क्यों हो. അപ്പോൾ മോട്ടർ ദേഷ്യത്തിലാണ് പറഞ്ഞത്. ഒട്ടും ദേഷ്യം കുറക്കാതെ തന്നെ ബയൽഗാഡി പറയാണ്, ബയൽഗാഡി ബുള്ളോക്കാർ കാളവണ്ടി പറയാണ്, ഹട്ട് തോഗി, മാറി നിന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ കിത്തന ഹടും, ഇനി എന്തിനാ മാറുന്നേ. സടക് ഖാലി പടി ഹേ, റോഡ് മുഴുവൻ ഖാലിയായി കിടക്കല്ലേ. നിക്കൽ ജാവോന, പൊയ്ക്കൂടെ. വെറുതെ അക്കടത്തേക്കോ ഹോ, വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാതെ ഒന്ന് പൊയ്ക്കൂടെ എന്ന് പറഞ്ഞു. ഒട്ടും വിട്ടുകൊടുത്തില്ല. ഓക്കെ. ഓ മോട്ടർ, സാമനെ സെ ഹട്ട് നഹി രഹി ഹോ, ഹോൺ ദേ രഹി ഹും ഫിർ ഭി സുൻതി ഹി നഹി ഹോ. ബൽഗാഡി, ഹട്ട് തോ ഗയി ഹേ, अब और कितना हटूं, सड़क खाली पड़ी, सड़क रोड खाली पड़ी है, निकल जाओ ना, व्यर्थ आकड़ती क्यों हो. ഇപ്പോൾ മോട്ടറിന് മറുപടി പറയാണ്, ചോട്ടാ മുഹവർ ഇത്തിനി ബഡി ബാത്, ഈ ചെറിയ വായിൽ എന്തിനാ ഇത്രയും വലിയ വർത്താനം പറയുന്നത്. നമ്മളൊക്കെ പറയുന്ന വാക്കല്ലേ, ഇച്ചിരി ചെറിയ വായല്ലേ, ചെറിയ നാക്കല്ലേ, ചെറിയ വായല്ലേ, ഇത്രയും വലിയ സംസാരമോ. അപ്പനി ഹൈസിയത്ത് ദോ ദേക്കോ, നീ എൻ്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്ക്. മോട്ടർ പറയാം, അഹങ്കാരല്ലേ, നീ എന്നോട് ഇത്രയും വർത്താനം, നീ എൻ്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്കൂ. ഹൈസിയത്ത്, കഹാം തും അവർ കഹാം മേം, നീ എവിടെ ഞാനെവിടെ. നീ എവിടെ ഞാനെവിടെ. ആർക്കാ അഹങ്കാരം, ബയൽഗാഡിക്കാണോ മോട്ടറിനാണോ. യെസ്, ബയൽഗാഡിക്കല്ല അല്ലേ. അപ്പോൾ ചോട്ടി മുഹം അവർ ഇത്തിനി ബഡി ബാ, ചെറിയ വായിൽ ഇത്രയും വലിയ വർത്താനോ. അപ്പം നീ ഹൈസിയത്ത് ദേക്കോ, നീ എൻ്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്കൂ. കഹാം തും അവർ കഹാം മേം, ഞാനെവിടെ നീ എവിടെ. ബയൽഗാഡി അവന് മറുപടി കൊടുക്കുന്ന നോക്കിക്കേ. മേം അപ്പനി ഹൈസിയത്ത് അച്ചി തരഹ് ജാൻതി ഹും അവർ തുമാരി ഭി, എനിക്ക് എൻ്റെ സ്റ്റാറ്റസും നിൻ്റെ സ്റ്റാറ്റസും നന്നായിട്ടറിയാം. ഞാനത് രണ്ടും നന്നായിട്ട് മനസ്സിലാക്കിയ ആൾ തന്നെയാണ്. തും ചിക്കനി ചുപ്പടി ഹോ, നീ മിനുസമുള്ളതാണ്, നല്ല കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. മേം ഖുർദരി ഹും, ഞാൻ റഫായിട്ടുള്ള ആളാണ്. തും തേസ് ദൗഡത്തി ഹോ, നീ സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഹോൺ ദേത്തി ചലത്തി, നീ ഹോൺ അടിച്ച് അങ്ങ് സ്പീഡിൽ അങ്ങ് പോയിക്കോളും. മേം ധീരേ ധീരേ ചലത്തി ഹും, എന്നാൽ എനിക്കങ്ങനെ ഹോണില്ല, അങ്ങനെ സ്പീഡിൽ അങ്ങ് ഓടാനൊന്നും പറ്റില്ല. ഞാൻ മെല്ലെ മെല്ലെ ധീരെ ധീരെ സ്ലോലി ചലത്തി ഹും. ചൂം ചറർ മറർ, ചൂം ചറർ മറർ, അങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ക്ര എന്ന സൗണ്ട് കേട്ടില്ലേ, അങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കി മെല്ലെ മെല്ലെയാണ് ഞാൻ നടക്കുന്നത്. തുമാരാ ദാം അധിക് ഹേ, തുമാരാ ദാം അധിക് ഹേ, നിൻ്റെ കോസ്റ്റ്, നിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. മേരക്കാം, എൻ്റെതാണെങ്കിൽ വളരെ ചെറിയ പ്രൈസേ ഉള്ളൂ. തും ലോഹയ്ക്ക് ബനിഹോ, നിന്നെ ഉണ്ടാക്കിയത് എന്താണ്, ലോഹം കൊണ്ടാണ്. മേരാ ശരീർ ലക്കടിക്ക ബനാഹോ, എൻ്റെ ശരീരം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്, വുഡ്, തടി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സവാരി തും ബീട്ടോത്തി ഹോ അവർ മേം ബീട്ടോത്തി ഹും, ഞാനും സവാരി ചെയ്യുന്നു നീയും സവാരി ചെയ്യുന്നു. തും അമീറോ കി ലാഡ്ലി ഹോ, നീയാണ് റിച്ച്, അമീറാണ് റിച്ച്, പണക്കാരുടെ ഡിയറസ്റ്റ് പ്രിയപ്പെട്ടവനാണ്. മേം ഗരീബോങ്കി, ഞാനാണെങ്കിൽ ഗരീബന പുവർ, ഞാൻ പുവർമാൻ, പാവപ്പെട്ട ആളുകളുടെ ലാഡ്ലി പ്രിയപ്പെട്ടവനാണ്. കാം ദോനം ഏക് ഹി കർത്തേ ഹെ, എന്നാൽ ജോലി ചെയ്യുന്നത് രണ്ടാളും ഒരേ ജോലിയാണ്.
സവാരി യാത്ര അല്ലേ. ഫിർ തുമാരാ മുഹ് ബഡ ഔർ ക്യോ മേരാ ഛോട്ടാ ക്യോ. പിന്നെ നിൻ്റെ മുഖം വലുതും നിൻ്റെ വായ് വലുതും എൻ്റെ നേരത്തെ പറഞ്ഞില്ലേ കുഞ്ഞു വായിൽ എന്തിനാ വലിയ വർത്താനം പറയുന്നതെന്ന് ചോദിച്ചില്ലേ, അതിനുള്ള മറുപടി അത്. അപ്പോൾ പിന്നെ എങ്ങനെ നിൻ്റെ വാ വലുതും എൻ്റെ വാ ചെറുതുമാകുന്നത്? ജാവോ അപ്പന രാസ്താനോ നാപ്പോ, പോ നീ നിൻ്റെ വഴി നോക്ക്, നിൻ്റെ പാടെന്താന്ന് വെച്ചാൽ നോക്ക്. മേരാ മുഹ്ന ലഗോ, എൻ്റെ വായിൻ്റെ കണക്ക് ഞാൻ എടുത്തോളാം, നീ നിൻ്റെ കാര്യം നോക്കിയിട്ടങ്ങ് പോവാൻ പറഞ്ഞു. മനസ്മോ ബൽഗാഡി മറുപടി പറയാം. ചോട്ടാ മുഹമ്മേ മോട്ടർ ചോദിക്കുകയാണ്, ചോട്ടാ മുഹമ്മേ ഇത്തിനി ബഡി ബാത് अपनी हैसियत दो देखो, हैसियत സ്റ്റാറ്റസ് കഹാം തും അവർ കഹാം മേം. അപ്പോൾ ബയൽഗാഡി നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട്. മേം അപ്പനി ഹൈസിയത്ത് അച്ചി തരഹ് ജാൻതി ഹും അവർ തുമാരി ഭി, തും ചിക്കനി ചുപ്പടി ഹോ മേം ഖുർദരി ഹും. നീ നല്ല മിനുസമുള്ളതാണ്, ഞാനാണെങ്കിലോ കുറച്ച് റഫാണ്. തും തേസ് ദൗഡി ഹോ ഹോൺ ദേത്തി ചൽത്തി ഹോ, തേസ് സ്പീഡ്, ഹോൺ ദേത്തി ഹോൺ അടിച്ചുകൊണ്ട് സ്പീഡിൽ പോകുന്നു. മേം ധീരെ ധീരെ ചൽത്തി ഹോ, ചൂം ചറർ മറർ ചൂം ചറർ മറർ, തുമാരാ ദാം അധിക് ഹേ മേരാ കം. ദാം കോസ്റ്റ് പ്രൈസ്, മേരാ കം എൻ്റെ കുറച്ചേ ഉള്ളൂ. തും ലോഹയ്ക്ക് ബനി ഹോ, നിന്നെ ഉണ്ടാക്കുന്ന ലോഹം കൊണ്ടാണ്, ഇരുമ്പ് കൊണ്ടാണ് അല്ലേ. മേരാ ശരീർ ലക്കടി കാ ബനാഹും, എൻ്റെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് വുഡ് കൊണ്ടാണ്. സവാരി തും ബി ടോത്തി ഹോ അവർ മേം ബി ടോത്തി ഹോ, ഞാനും പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്ന പണിയാണ്, നിനക്കും അത് തന്നെയാണ് പണി. പിന്നെയോ പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നീ അമീറോ കി ലാഡ്ലി മേം ഗരീബോ കി, നീ പണക്കാരുടെ പ്രിയനാണെങ്കിൽ പ്രിയപ്പെട്ടവനാണെങ്കിൽ ഞാൻ പാവപ്പെട്ടവൻ്റെയാണ്. കാം ദോനോ മേക്ക് ഹി കർത്തെ ഹെ, ജോലി എന്ന് പറയുന്നത് രണ്ടുപേരുടെയും തുല്യമാണ്. ഫിർ തുമാരാ മുഹ് ബഡ അവർ ക്യോ മേരാ ചോട്ടാ ക്യോ. പിന്നെ എങ്ങനെ നിൻ്റെ വായ് വലുതും എൻ്റേത് ചെറുതുമാവുന്നത്? ജാവോ പോ, അപ്പനാ രാസ്ത നാപ്പോ, ഫൈൻഡ് യുവർ വേ അല്ലേ, നിൻ്റെ വഴി നോക്ക്. മേരെ മുഹ്ന ലഗോ. മോട്ടർ പറയാ, മുഹ് ലഗി ബി തോ തും മേരാ ക്യാ ബിഗാഡ് ലോഗി, मैं तुमसे हर बात में श्रेष्ठ हूँ, रंग रूप में, चाल में, सज धज में, बनावट में तुम मेरा मुकाबला नहीं कर सकती. 2-4 घंटे की यात्रा तो तुम कई दिनों में तय करती हो. तुम्हारे यात्री अपनी किस्मत पर रोते होंगे. तुम कच्ची सड़क पर ही चलने लायक हो, पक्की सड़क तो मेरे लिए है. മനസ്സിലായോ എന്താ പറയുന്നത് മോട്ടർ? മുഹ് ലഗി ബി തോ തും മേരാ ക്യാ ബിഗാഡ് ലോഗി, എന്താ ഞാൻ നിൻ്റെ കാര്യം നോക്കിയാ നിൻ്റെ കാര്യം നോക്കുക, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ. ഒരു പക്ഷെ അങ്ങനെ ചെയ്താ നീ എന്നോടെന്താ കലഹിക്കുവോ, വഴക്കുണ്ടാക്കുവോ? മേം തുംസെ ഹർ ബാത്ത് മേ ശ്രേഷ്ഠ ഹോ, മോട്ടറാണ് പറയുന്നത്, കാറാണ് ഇവിടെ അല്ലേ. എന്താ പറയണത്? ഞാൻ നിന്നെക്കാളും തുംസെ ഹർ ബാത്ത് മേ, എല്ലാ കാര്യങ്ങളിലും ശ്രേഷ്ഠനാണ് അല്ലേ, ശ്രേഷ്ഠനാണ്, മുൻതൂക്കത്തിൽ നിൽക്കുന്നവൻ തന്നെയാണ്, ബെസ്റ്റ് തന്നെയാണ്. രംഗ് രൂപ് മേം, നീ എന്തിലൊക്കെയാണ് പറയുന്നുണ്ട്? രംഗ് രൂപ് കളറിലെ ലുക്കിലെ, ചാൽമേം ട്രിക്കിലെ, സദ് ധജ് മേം ഗുഡ് സ്റ്റാൻഡിങ്ങിലെ, ബനാവട്ട് മേം എന്താ ടെക്സ്ചർ നിർമ്മിതിയിലെ, തും മേരാ മുക്കാബല നഹീ കർ സക്തി, നിനക്ക് എന്നോട് എന്താ മത്സരിക്കാൻ കഴിയില്ല, കോമ്പറ്റേറ്റ് ചെയ്യാൻ നിനക്ക് സാധിക്കില്ല. ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ നീ എന്താ എന്നെ തിരിച്ചു പറയുമോ? നീ എന്നോട് വഴക്കുണ്ടാക്കുവോ? മേം തുംസെ ഹർ ബാത്ത്, അതിൻ്റെ ഒരു കാര്യമല്ല നിനക്ക്, ഞാൻ നിന്നെക്കാളും എല്ലാ കാര്യത്തിലും മുന്നിൽ തന്നെയാണ്. ശ്രേഷ്ഠ ഹേ രംഗ് രൂപം, ഇനി ഓരോ കാര്യം പറയുന്നുണ്ട്. ഏതൊക്കെയാ? രംഗ് രൂപ് രൂപത്തിലെ, നിറത്തിലെ, ചാൽമേം, സജ് ധജ് മേം, ബനാവട്ട് മേം തും മേരാ മുക്കാബല നഹീ കർ സക്തി, നിനക്ക് എന്നോട് മത്സരിക്കാൻ സാധിക്കില്ല. തുമാരെ യാത്രി അപ്പനി കിസ്മത്ത് പർ രോത്തെ ഹോങ്കെ, പാവം നിൻ്റെ ട്രാവലേഴ്സ്, നിൻ്റെ യാത്രക്കാര്, നിൻ്റെ ഈ അവസ്ഥ, അവരുടെ അവസ്ഥ ആലോചിച്ചിട്ട് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവും? കിസ്മത്ത് പർ, തൻ്റെ ഫെയ്റ്റ്, ഭാഗ്യം ഓർത്തിട്ട് രോത്തെ ഹോങ്കി, കരയുന്നുണ്ടാവും. ഞങ്ങൾക്ക് ഈ വണ്ടി പോകാനുള്ള വിധിയാണല്ലോ എന്നോർത്ത് അവർ ദുഃഖിക്കുന്നുണ്ടാവും. കാറ് പറയുക ബയൽഗാഡിനോട്, പാവം നിൻ്റെ യാത്രക്കാർ,
നിൻ്റെ നിൻ്റെ വാഹനത്തിൽ കയറിയിട്ട്, നീയാകുന്ന വാഹനത്തിൽ കയറിയിട്ട് അവർ ദുഃഖിക്കുന്നുണ്ടാവാം, അവർ കരയുന്നുണ്ടാവും. തും കച്ചി സടക്ക് പർ ഹി ചലനെ ലായക് ഹോ. എന്താണ്, നീ എപ്പോഴും എന്താണ് ചീത്ത വഴിയിലൂടെ, പക്കയാണ് ഡേർട്ടി ട്രാക്ക്, ചീത്ത വഴിയിലൂടെ, നല്ലതല്ലാത്ത വഴിയിലൂടെ നടക്കാനാണ് നിനക്ക് യോഗമുള്ളൂ. പക്കി സടക്ക് തോ മേരെ ലിയേ ഹേ. നല്ല റോഡ് എന്ന് പറയുന്നത് അതെനിക്കുള്ളതാണ്, അതുകൊണ്ട് നീ ആ നല്ല റോഡിൽ നിന്ന് അങ്ങ് മാറി നിൽക്കുക എന്നാണ് മോട്ടർ പറയുന്നത്. മനസ്സിലോ? മുഹി ലഗി. അപ്പോൾ മോട്ടർ പറയുന്ന ഒന്നുകൂടെ ശ്രദ്ധിക്കാം. All of you listen well. मुँह लगी भी तो तुम मेरा क्या बिगाड़ लोगी. मैं तुमसे हर बात में श्रेष्ठ हूँ. रंग रूप में, चाल में, सज धज में, बनावट में तुम मेरा मुकाबला नहीं कर सकती. 2-4 घंटे की यात्रा तो तुम कई दिनों में तय करती हो. 2-4 ദിവസങ്ങൾ നിരന്തര യാത്ര ചെയ്താൽ നീ ഒരുപാട് ദിവസത്തേക്ക് ക്ഷീണിച്ച് കിടക്കേണ്ട ആളാണ്. തുമാരെ യാത്രി അപ്പനി കിസ്മത്ത് പർ രോത്തെ ഹോങ്കെ. നിൻ്റെ ട്രാവലേഴ്സ്, നിൻ്റെ യാത്രക്കാർ അവരുടെ ആ ഭാഗ്യത്തെ ഓർത്ത് കരയും. തും കച്ചി സടക്ക് പർ ഹി ചലനെ ലായക് ഹോ. നീ എപ്പോഴും ഡേർട്ടി ട്രാക്കിലൂടെ നടക്കാൻ യോഗമുള്ളവനാണ്, നല്ല റോഡ് എനിക്കുള്ളതാണ്. ഓക്കെ. ബയൽഗാഡി. മോട്ടർ എന്ന് പറഞ്ഞാൽ ബയൽഗാഡി 2 എണ്ണം പറയും, വിട്ടുകൊടുക്കുന്നില്ല അല്ലേ? ശ്രദ്ധിക്കാം നമുക്ക് എന്താ പറയുന്നത്. ബയൽഗാഡി. ഓ വാരി റാണി. ഓ എൻ്റെ റാണി. तुम अपने गुण ही गुण देखती हो, दोषों पर विचार नहीं करती. तुम्हें चलने के लिए सीधी और तारकोल बिछी सड़क चाहिए. जहाँ वह न हो वहाँ तुम हिल भी नहीं सकती. जबकि मैं किसी भी दुर्गम मार्ग पर सर पर दौड़ लगा सकती हूँ. माना कि तुम लंबी यात्राएं कम समय में पूरी कर लेती हो, किंतु अपनी भाग दौड़ में किसी पेड़ से टकरा गई या गंदक में गिर पड़ी तो जब तुम्हारी मशीन फेल हो जाती है और तुम अपने स्थान से टस से मस नहीं होती, तब क्या तुम्हारी यात्री अपनी किस्मत पर हंसते हैं? तब तुम्हारी मदद के लिए मेरी सेवाएं ली जाती है. मैं ही तुम्हें खींच कर कारखाने या वर्कशॉप तक पहुंचाती हूँ. കുറച്ചൊന്നല്ല പറയുന്നത്, നന്നായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. എന്താ നോക്കാം നമുക്ക്. വാരി റാണി. ഓ എൻ്റെ റാണി, നീ ഇത്രയൊക്കെ പറഞ്ഞല്ലോ. പാവം എൻ്റെ അവസ്ഥ. നീ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആരുടെ അവസ്ഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നേ? മോട്ടർ ബയൽഗാഡിയുടെ അവസ്ഥ. അപ്പോൾ ബയൽഗാഡി മറുപടി കൊടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ബയൽഗാഡി എന്താ പറയുന്നത്? ഓ റാണി, നീ എന്നെക്കുറിച്ച് ഇത്രയും നേരം പറയാം, പാവം ഞാൻ 2 ദിവസം നിരന്തരം യാത്ര ചെയ്താൽ ക്ഷീണിച്ചു പോകും. ബയൽഗാഡിനെ കുറിച്ച് കാറ് പറഞ്ഞ കാര്യമായിട്ടോ പറയണേ. എന്താ? 2 ദിവസം യാത്ര ചെയ്ത് ക്ഷീണിച്ചു പോകും. അപ്പോൾ നിൻ്റെ യാത്രക്കാർ അവരുടെ ഭാഗ്യത്തെ ഓർത്ത് കരയും അല്ലേ? മറുപടി ഇതാ കേട്ടോ. വാരി റാണി തും അപ്പനെ ഗുണ ഹി ഗുൺ ദേഖ്തി ഹോ. നീ നിൻ്റെ ഗുണം മാത്രം ഇങ്ങനെ വിളമ്പുന്നുണ്ടല്ലോ. ദോഷം പർ വിചാർ നഹീ കർത്തി. നിനക്ക് ഒരുപാട് ദോഷങ്ങളില്ലേ, എന്തുകൊണ്ട് നീ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? തുമേ ചലനെ കെ ലിയെ സീധി അവർ താർകോൽ ബിച്ചി സടക് ചാഹിയെ. നിനക്ക് സഞ്ചരിക്കണമെങ്കിൽ എപ്പോഴും നേരെയുള്ള നല്ല താർക്കോൾ, ടാറൊക്കെ വിരിച്ച നല്ല റോഡ് തന്നെ വേണ്ടേ? ജഹാ വ ന ഹോ വഹാം തും ഹിൽ ബി നഹീ സക്തി. ജബ് മേ, അതില്ലെങ്കിൽ നിനക്ക് അനങ്ങാൻ കഴിയില്ല. ജബ് മേ കൈസേ ബി ദുർഗം മാർഗ് പർ സർ പട് ദൗഡ് സക്തി ഹും. എന്നാൽ ഞാൻ ഏത് നല്ലതല്ലാത്ത റോഡും നല്ല സുന്ദരമായിട്ട് ഞാനങ്ങ് നടന്നു പോകും. എങ്ങനെയുള്ള റോഡായിക്കോട്ടെ ഞാൻ സുഖമായിട്ട് അങ്ങ് പോകും. മനാക്കി തും ലംബി യാത്രയും കം സമയമേ പൂരി കർലെത്തി. ശരിയാണ്, നീ നല്ല ദൂര യാത്രകളൊക്കെ കുറച്ച് സമയം കൊണ്ട് നിനക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമായിരിക്കും. ജബ് തുമാരി समय पूरी कर लेती हो, किंतु अपनी भाग दौड़ में किसी पेड़ से टकरा गई या गंदक में गिर पड़ी तो. എന്നാൽ നീ നിൻ്റെ ഈ യാത്രയിൽ നീ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, ആ യാത്രയിൽ ഏതെങ്കിലും ഒരു മരം, വൃക്ഷം, ട്രീ കടപുഴകി നിൻ്റെ മുന്നിലേക്ക് വീണാൽ, അല്ല എങ്കിൽ ഗന്ധകമേ ഗിർ പടിയതോ, ഏതെങ്കിലും ഒരു കുഴിയിലേക്ക് നിൻ്റെ ടയർ ഒന്ന് ചാഞ്ഞാൽ, ജബ് തുമാരി മെഷീൻ ഫെയിൽ ഹോ ജാത്തി ഹേ,
അപ്പോൾ നിൻ്റെ മെഷീൻ എന്താവും? ഫെയിലാവും. ഫെയിൽ, കേടായിപ്പോവും. और तुम अपने स्थान से टस से मस नहीं होती. എന്താണ്? അപ്പോൾ അവർ തും അപ്പനെ, അപ്പം നിനക്ക് എന്താണ്? നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്നൊന്ന് അനങ്ങാൻ പോലും സാധിക്കില്ല. തബ് ക്യാ തുമാരി യാത്രി അപ്പനി കിസ്മത്ത് പർ ഹസ്തേ ഹേ. അല്ല, അപ്പോൾ നിൻ്റെ യാത്രക്കാർ, അതായത് നിന്നിൽ ഉള്ള യാത്രക്കാർ അവരുടെ ഭാഗ്യത്തെ ഓർത്ത് ചിരിക്കുവോ? നോക്കണേ മറുപടി. എന്താ നേരത്തെ പറഞ്ഞു, നിൻ്റെ യാത്രക്കാർ അവരുടെ ഭാഗ്യത്തെ ഓർത്ത് കരയെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ സംഭവിച്ചാലോ? നിന്നിലുള്ള യാത്രക്കാർ അവരുടെ ഭാഗ്യത്തെ ഓർത്ത് ചിരിക്കുവോ? നന്നായി ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ശ്രദ്ധിച്ചിരുന്ന നല്ല രസമുള്ള കഥയാണ്. അപ്പോൾ വാരി റാണി തബ് തുമാരി മദദ് കേലിയെ, എന്താ നിൻ്റെ ഭാഗ്യത്തെ ഓർത്ത് ചിരിക്കുവോ? തബ് അപ്പോൾ തുമാരി മദദ് കേലിയെ മേരി സേവായം ലി ജാതി ഹെ. അപ്പോൾ നിന്നെ സഹായിക്കാൻ എൻ്റെ സേവനം കൂടിയേ തീരൂ. മേം ഹി തുമേം ഖീഞ്ച് കർ കാർഖാനെ യാ വർക്ക്ഷോപ്പ് തക് പഹുഞ്ച് ജാതി ഹെ. ഞാൻ വേണം നിന്നെ വലിച്ചിട്ട് എവിടെ കൊണ്ടുപോകാൻ? കാർഖാനെ ഓർ വർക്ക്ഷോപ്പിലെത്തിക്കാൻ. ഫാക്ടറി, കാർഖാന എന്ന് പറഞ്ഞാൽ ഫാക്ടറിയാണ്. വർക്ക്ഷോപ്പിലെത്തിക്കാൻ അപ്പോൾ എൻ്റെ സഹായം നിനക്ക് കൂടിയേ തീരൂ. വൺസ് മോർ बैलगाड़ी പറയാണ്, वारी रानी तुम अपने गुण ही गुण देखती हो, दोषों पर विचार नहीं करती. तुम्हें चलने के लिए सीधी और तारकोल बिछी सड़क चाहिए. जहाँ वह न हो वहाँ तुम हिल भी नहीं सकती. जबकि मैं कैसे भी दुर्गम मार्ग पर सार पर दौड़ लगा सकती है. मना कि तुम लंबी यात्राएं कम समय में पूरी कर लेती हो, किंतु अपनी भाग दौड़ में किसी पेड़ से टकरा गई या गंधक में गिर पड़ी तो जब तुम्हारी मशीन फेल हो जाती है और तुम अपने स्थान से टस से मस नहीं होती, तब क्या तुम्हारी यात्री अपनी किस्मत पर हंसते हैं? तब तुम्हारी मदद के लिए मेरी सेवाएं ली जाती है. मैं ही तुम्हें खींच कर कारखाने या वर्कशॉप तक पहुंचाती हूँ. तुम दौड़ती हो तो अपने पीछे इतना धुआं और धूल उड़ाती हो कि पैदल चलने वाले अपने हाथ से अपनी नाक बंद कर लेते हैं. क्या यही है रानी की चाल का नमूना? എന്താ പറയുന്നത്? തും ദൗഡ്തി ഹോ തോ അപ്പിനെ പീച്ചെ ഇത്തിന ധുവാം. നീ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ പിന്നിൽ പോകുന്നവർ അവരുടെ മൂക്ക് ഇങ്ങനെ പൊത്തിപ്പിടിക്കും. കാരണം എന്താ? ധുവാം അല്ലേ? ധൂൽ, പൊടിയും പുകയും മൂക്കിൽ കയറിയിട്ട് അവരെന്ത് ചെയ്യും? അവരുടെ മൂക്ക് പൊത്തേണ്ട ഒരവസ്ഥയാണ്. പൈതൽ ചലനെ വാലെ, പൈതൽ ചലനം എന്ന് പറഞ്ഞാൽ കാൽനട യാത്രക്കാർ, അപ്പിനെ ഹാത്ത് സേ തൻ്റെ കൈകൾ കൊണ്ട് നാക്ക് ബന്ദ് കർ ലേത്തെ ഹേ. നാക്ക് എന്ന് വെച്ചാൽ നോസ് ബന്ദ് കർ ലേത്തെ ഹേ. ക്യാ യഹി ഹെ റാണിക്ക് ചാൽ കനം? ഇതാണോ റാണി നിൻ്റെ ഒരു ചാൽ, നിൻ്റെ ഒരു ആകൃതി, നിൻ്റെ നിയമം എന്ന് പറയുന്നത് ഇതാണോ? तुम दौड़ती हो तो अपने पीछे इतना धुआं और धूल उड़ाती हो कि पैदल चलने वाले अपने हाथ से अपने नाक बंद कर लेते हैं. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ മോട്ടറിൻ്റെ നന്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ? ഞാൻ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ദൂരം ഓടിക്കൊണ്ടിരിക്കും. പിന്നെ എന്നെ കാണാൻ നല്ല ഭംഗിയാണ്, മിനുസമുള്ളതാണ്, നല്ല റോഡിലൂടെ എനിക്ക് നന്നായിട്ട് സഞ്ചരിക്കാൻ പറ്റും, എനിക്ക് എത്ര ദൂരം പോയാലും ക്ഷീണമില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ബയൽഗാഡിയാണ് മറുപടി പറയുന്നത്. എന്താ? പിന്നെ ബയൽഗാഡിനെ കുറ്റം പറയുന്നുണ്ട്. എന്താ? നീയാണെങ്കിൽ എങ്ങനെയാ? നിനക്ക് നല്ല റോഡൊന്നും നിനക്ക് പറഞ്ഞിട്ടല്ല, നിനക്ക് എന്താ ഡേർട്ടി റോഡാണ്, നല്ല വൃത്തിയില്ലാത്ത വൃത്തിഹീനമായ റോഡാണ് നിനക്ക് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല പിന്നെയോ, നീ തുടർച്ചയായ 2-4 ദിവസം യാത്ര ചെയ്താൽ തീർച്ചയായിട്ടും നീ ക്ഷീണിക്കും. അപ്പോൾ നിൻ്റെ അവസ്ഥയോർത്തിട്ട് നിൻ്റെ യാത്രക്കാർ അവരുടെ അവസ്ഥയോർത്തിട്ട് കരയും എന്ന് പറഞ്ഞു. മറുപടി പറഞ്ഞു ഉടൻ. എന്തായിരുന്നു അത്? ശരിയാണ്, നീ നല്ല സ്പീഡിൽ കൂടുതൽ ദൂരം സഞ്ചരിച്ചേക്കാം. വഴിയിലെങ്ങാനും വല്ല വൃക്ഷമോ
വൃക്ഷം വീണ് കിടക്കുകയോ അല്ലെങ്കിൽ വല്ല കുഴിയിലും ചാടി ചെയ്ത് കഴിഞ്ഞാൽ, ചെറിയ കെട്ടറിലൊക്കെ ചാടിക്കഴിഞ്ഞാൽ നിന്നെ രക്ഷിക്കാൻ ഞാനേ ഉണ്ടാവുള്ളൂ. നിന്നെ അവിടുന്ന് വലിച്ച്, അപ്പം നിൻ്റെ മെഷീൻ ഫെയിലായിപ്പോൾ നിനക്ക് അവിടുന്ന് അനങ്ങാൻ പോലും സാധിക്കില്ല. അപ്പം നിന്നെ വലിച്ച് വർക്ക്ഷോപ്പിലെത്തിക്കാൻ ഞാനുണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ നിൻ്റെ യാത്രക്കാർ അതോർത്ത് ചിരിക്കുകയാണോ ചെയ്യുക? നേരത്തെ പറഞ്ഞതിനുള്ള മറുപടിയും കൊടുത്തു. യെസ്, മോട്ടർ. ഇപ്പോൾ മോട്ടറിന് മറുപടി പറയുന്നത് എന്താ നോക്കിയേ. ധുआं तब छेड़ती हूँ जब समय पर मेरी देख रेख, അതായത് സർവീസിങ് നെഹി ഹോത്തി. പൊടിയൊക്കെ ഉണ്ടാവും, ഇതെല്ലാം എന്താ കറക്റ്റ് സമയത്ത് സർവീസിങ് ഒന്നും നടത്തിയില്ലെങ്കിൽ മേം നഗരംക്ക് ശോഭാവും, മാത്രമല്ല ഞാൻ നഗരത്തിൻ്റെ ശോഭയാണ്. എങ്ങും കാണുന്ന മോട്ടോർ വാഹനങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് നഗരത്തിന് ഒരു ഭംഗിയാണ്. സംയുക്ത രാജ് അമേരിക്ക മേ മേരാ ജന്മ ഹുവ, എൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് അമേരിക്കയാണ്. മേ ഏസി വൈസി നെഹി ഹും, ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടായതല്ല, ഞാൻ അങ്ങ് അമേരിക്കയിലുണ്ടായതാണ്. ഞാൻ നിന്നെപ്പോലെ അവിടുന്ന് ഒന്നും പൊട്ടിമുളച്ച് വന്നതല്ല. ഞാനെവിടെയാ? സംയുക്ത രാജ്യമായ അമേരിക്കയിൽ നിന്നാണ് ഞാൻ ഉണ്ടായത്. അവിടെയാണ് എൻ്റെ ജന്മനാടെന്ന് പറഞ്ഞു. बैलगाड़ी, मैं तुम्हें खूब समझती हूँ, तुम्हारी नस नस की जानकारी है मुझे, तुम हिंसा की उपासिका हो, सड़क पर दौड़ती हो तो पैदल चलने वालों और पशुओं की जान चिंता नहीं करती, जीव जंतुओं और पदयात्रियों को कुचलकर और पुलिस की आंख बचाकर भाग जाती हो और बनती हो नगर की शोभा. ऐसी शोभा मुझे नहीं चाहिए. तुम्हें अपने जन्म स्थान अमेरिका पर गर्व है तो मुझे अपने देहात पर. അപ്പോൾ പറയാം, मैं तुम्हें खूब समझता, ഞാൻ നിന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡ് എ ലോട്ട്, ഞാൻ ധാരാളം നിന്നെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. തുമാരി നസ് നസ് കി ജാൻകാരി, നിൻ്റെ ഓരോ കാര്യത്തെക്കുറിച്ച് എനിക്കറിയാം. മുझे തും ഹിംസാക്കി ഉപാസിക ഹോ, നീ വയലൻസിൻ്റെ വോർഷിപ്പർ. എന്താണ്? നീ ഹിംസ എന്ന് പറഞ്ഞാൽ എന്താ? അക്രമത്തിൻ്റെ ഉപാസകനാണ്. എന്താ? വർഷിപ്പറാണ്. സടക് പർ ദൗഡ്തി ഹോ തോ പൈദൽ ചലനെ വാല ഓർ പശുओं की जान की चिंता नहीं करती है. നീ ഇങ്ങനെ റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പാവം പൈതൽ യാത്ര മീൻസ് കാൽനട യാത്രക്കാരെക്കുറിച്ചോ അല്ലെങ്കിൽ മൃഗങ്ങളെക്കുറിച്ചോ നിനക്കൊരു ചിന്ത ഉണ്ടാവാറില്ലല്ലോ. ശരിയാണ്, നീ നഗരത്തിൻ്റെ ശോഭയാണ്. നീ വളരെ സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാവം യാത്രക്കാരെയോ നടന്നുകൊണ്ടിരിക്കുന്ന യാത്രക്കാരെക്കുറിച്ചോ അല്ലെങ്കിൽ എന്താ പശു മീൻസ് മൃഗങ്ങളെക്കുറിച്ചോ നീ ഓർക്കാറുണ്ടോ? ചിന്ത നഹീ കർത്തി, അതിനെക്കുറിച്ച് നിനക്ക് ഓർമ്മയില്ലല്ലോ. ജീവ ജന്തുവും അവർ പദയാത്രിയോ കുച്ചൽക്കർ, ജീവജന്തുക്കളെയും പദയാത്രികരെയും അതായത് യാത്രക്കാരെയും കുച്ചൽക്കർ തള്ളിയിട്ടിട്ട് പുലീസ് കി ആങ്ക് ബച്ചാക്കർ ഭാഗ് ജാത്തി, പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് നീ ഓടിപ്പോവാറില്ലേ? അവർ ബന്തി ഹോ നഗർ കി ശോഭ, ഇതാണോ നിൻ്റെ നഗരത്തിന് ശോഭ ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ? ഏസി ശോഭ മുझे नहीं चाहिए, ഇങ്ങനെ ഒരു ശോഭ എനിക്ക് വേണ്ട, ഇങ്ങനെ ഒരു ഭംഗി എനിക്ക് വേണ്ട. തുമേം അപ്നെ ജന്മസ്ഥാൻ അമേരിക്ക പർ ഗർവ് ഹേ, ശരിയാണ്, നീ നിൻ്റെ ജന്മസ്ഥാനമായ അമേരിക്കയെക്കുറിച്ച് അഭിമാനിച്ചോ? തോ മേരെ അപ്നെ ദേഹത്ത്, ഞാൻ എൻ്റെ ജന്മസ്ഥാനത്തെക്കുറിച്ച് എൻ്റെ കൺട്രിയെക്കുറിച്ചാണ് ഞാൻ അഭിമാനം കൊള്ളുന്നത്. അപ്പോൾ ഞാൻ തുമേം ഖൂബ് സമജ്തി ഹോ, നിനക്ക് എന്നെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു അല്ലേ? മോട്ടർ എന്താ പറഞ്ഞത്? നിനക്ക് എന്നെക്കുറിച്ച് എന്താ അറിയാം? ഞാൻ നഗരത്തിൻ്റെ ശോഭയാണ്, ഭംഗിയാണ്. റോഡിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം കാണുമ്പോൾ അത് നഗരത്തിന് തന്നെ ഒരു ശോഭയാണ്. ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടായ ആളല്ല, ഞാൻ അമേരിക്കയിലാണ് ഉണ്ടായത്. അപ്പോൾ പറയാം, മേൻ തുമേ ഖൂബ് സമജ്തി ഹും, ഞാൻ നിന്നെ ധാരാളം മനസ്സിലാക്കിയിട്ടുണ്ട്. തുമാരി നസ് നസ് കി ജാൻകാരി ഹേ മുझे, നിന്നെക്കുറിച്ചുള്ള ഓരോ അറിവും എനിക്കുണ്ട്. തും ഹിംസാക്കി ഉപാസിക ഹോ, ഹിംസയുടെ ഉപാസകനാണ്. സടക് പർ ദൗഡ്തി ഹോ തോ പൈദൽ ചലനെ വാലോം അവർ പശുओं की जान की चिंता नहीं करती, जीव जंतुओं और पदयात्रियों को कुचलकर और पुलिस की आंख बचाकर भाग जाती हो और बनती हो नगर की शोभा. ऐसी शोभा मुझे नहीं चाहिए. तुम्हें अपने ജന്മസ്ഥാൻ അമേരിക്ക പർ ഗർവ് ഹേ തോ മുझे अपने देहात पर, നീ നിൻ്റെ ജന്മസ്ഥാനമായിട്ടുള്ള അമേരിക്കയെക്കുറിച്ച് അഭിമാനിക്കുമ്പോൾ ഞാൻ എൻ്റെ ജന്മസ്ഥാനത്തെക്കുറിച്ചാണ് അഭിമാനിക്കുന്നത്.
റോഡിലൂടെ പോകുന്ന ആളുകളെ തട്ടിയിട്ടിട്ടും അവരെ പിന്നെ ആക്സിഡൻറ്റ് പെടുത്തി കൊന്നിട്ടും കിട്ടുന്ന ശോഭയൊന്നും എനിക്ക് വേണ്ട. അതാണോ നിൻ്റെ ശോഭ? ആ ശോഭ എനിക്ക് വേണ്ട. ഇത്രയും പറഞ്ഞ് ബയൽഗാഡി. അപ്പോൾ ടുഡേ ദാറ്റ്സ് ഇനഫ്. Thus next class. Okay, see you next class. Bye. Thank you.